Salt and pepper. Bum 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 bum. സോൾട്ട് ആൻഡ് പേപ്പറിലേക്ക് സ്വാഗതം. അപ്പോൾ സോൾട്ട് ആൻഡ് പേപ്പറിൽ ഇന്ന് ഞാൻ നല്ല ഒരു വലിയ തടിയൻ ഹൗസ് ബോട്ടൊക്കെ ഓടിച്ചിങ്ങനെ പോവുകയാണ്. കൊല്ലത്തുള്ള അഷ്ടമുടി കായലിലൂടെയാണ് എൻ്റെ യാത്ര. ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ബോട്ട് ഓടിക്കാൻ ഭയങ്കര എക്സ്പെർട്ടൊന്നുമല്ല. വേറൊരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ഹലോ, താങ്ക് യു. ഇനി ഞാൻ ബോട്ട് ഓടിക്കാൻ എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വണ്ടി തന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സോൾട്ട് ആൻഡ് പേപ്പർ നമ്മൾ കൊല്ലത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലാണ് തീരുക? കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന് പണ്ടുള്ളവർ പറയും. കാരണം കൊല്ലത്ത് അത്രയ്ക്ക് വിശേഷം ഉണ്ടെന്നാണ്. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോകണ്ട, അത്രയ്ക്കുണ്ട് കൊല്ലം കാണുന്നവർക്ക്. പിന്നെ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലം കടൽക്കരയുണ്ട്, കൊല്ലത്ത് കടലുണ്ട്, കായലുണ്ട്, കാടുണ്ട്, പുഴകളുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു ജില്ലയാണ് കൊല്ലം. ഇത് കൊല്ലത്തുള്ളവർക്ക് പോലും അറിയത്തില്ല കേട്ടോ. കൊല്ലത്തിന് അത്രയ്ക്ക് പ്രത്യേകതയുണ്ട്. നമ്മളിങ്ങനെ ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു റിസോർട്ടോ വലിയ ഹോട്ടലോ ഒക്കെ കാണുമെന്ന്. ഉറപ്പായിട്ടും ഇന്നും ഇവിടെ ഉണ്ട്. ഓൾ സീസൺ കൊല്ലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്, അല്ലെങ്കിൽ ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരാറുള്ള, ബാക്ക് വാട്ടർ ടൂറിസത്തിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഓൾ സീസൺ. അപ്പോൾ ഓൾ സീസണിലെ ഭക്ഷണ മഹാത്മ്യം തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൽ. അപ്പോൾ ഇനി ഈ വണ്ടി, ഈ ഹൗസ് ബോട്ട് ഞാൻ ഒരുപാട് നേരം ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണി പാളും. ചേട്ടാ ബാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ സാരഥി. പേരെന്താണ്? ജെറോം ചേട്ടാ. എന്താ ജെറോം ചേട്ടൻ കാര്യമായിട്ട് യാത്ര ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക്സ്. നല്ല ഡ്രൈവിംഗ് ആയിരുന്നു. നമ്മുടെ ഹോട്ടലിലേക്ക് അങ്ങ് അടുപ്പിച്ചോ. ബാക്കി സ്ഥലമൊക്കെ ഞാൻ തന്നെ ഓടിച്ച് കണ്ടു. ചേട്ടൻ നേരെ നമ്മുടെ ഹോട്ടലിൻ്റെ ബോട്ട് ചെട്ടിയിലോട്ട് അടുപ്പിച്ചു. ഈ സമയം കൊണ്ട് പെട്ടെന്ന് ഈ അഷ്ടമുടി കാഴ്ചകൾ കണ്ടോളൂ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അടിപൊളി. ദേ അവിടെ ഒരു ഫ്ലാഗ് കാണുന്നുണ്ട് കണ്ടോ? നേരെ നോക്കിയാൽ കാണാം ഒരു ഫ്ലാഗ്. അതാണ് നമ്മുടെ ഓൾ സീസൺ റിസോർട്ട്, ഓൾ സീസൺ ഹോട്ടൽ കൊല്ലത്തെ. ഭയങ്കര ഫേമസാണ്. സിനിമാ നടന്മാരായിട്ടുള്ള മുകേഷ്, ജയറാം, അങ്ങനെ ഒരുപാട് പേര്, അവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഹോട്ടൽ കൂടെയാണ്. എന്താണ് അവർക്ക് ഇത്ര ഭയങ്കര ഇഷ്ടത്തോടെ ഇവിടെ ഒന്ന് കഴിക്കണമെന്ന് നമുക്കൊന്നും അറിയണ്ടേ? നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോണൊക്കെ അടിച്ചിട്ട്. ഇതെന്തിനാട്ടാ ഹോൺ അടിച്ചത്? മീനൊക്കെ വഴി മാറാനാണോ? അപ്പോൾ ഞാൻ വളരെ അഹങ്കരിച്ച് ഹൗസ് ബോട്ടിൽ വന്നിറങ്ങിയെങ്കിലും ഇവിടെ വെള്ളത്തിലൂടെ അല്ല കേട്ടോ, കരയിലൂടെയും വരാം. വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. കൗമുദി TV എന്ന് വരിക സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പം നിങ്ങളുടെ ഇവിടുത്തെ ഭയങ്കര ഭക്ഷണമൊക്കെ ഇവിടെ ഭയങ്കര ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. മാനേജറെ ഒന്ന് കാണാവോ? ശരി, അപ്പം വെയിറ്റ് ചെയ്യാം അല്ലേ? ഹായ് പ്രദീപ്. ഗുഡ് ഈവനിങ്. ഞങ്ങളിവിടെ എത്തി. നമ്മുടെ വരവൊക്കെ ഗംഭീരമായിരുന്നു. ഹൗസ് ബോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഹൗസ് ബോട്ടിലുള്ള വരവ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കുറേ സ്പെഷ്യൽ ഫുഡൊക്കെ ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഫുഡ്? നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കേരള ഒതൻറ്റിക് സ്റ്റൈലിലുള്ള ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഫുഡാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഷെഫുമാർ ആരൊക്കെയാണ് ഉള്ളത്? 2 ഷെഫാണ് നമുക്ക്. എക്സിക്യൂട്ടീവ് ഷെഫ് 2 പേരുണ്ട്. ഒരാൾ ഇന്റർനാഷണൽ സ്പെഷ്യാലിറ്റി, ഒരാൾ കേരള ഒതൻറ്റിക് സ്റ്റൈൽ. ആ 2 പേരെ ഞാൻ വിളിച്ചോട്ടെ. 2 പേരുടെ കരവിരുന്ന് തെളിയിക്കട്ടെ അവര്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഷൂട്ട് ഇപ്പോൾ ഈ വന്ന വരവൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഹൗസ് ബോട്ടിൽ തന്നെ അങ്ങ് ഷൂട്ട് ചെയ്താലോ? ചെയ്യാം. അപ്പോൾ ഹൗസ് ബോട്ടിൽ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടാവും. ഒരു 5 മിനിറ്റ്സ്. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓൾ സീസണിലെ കുറച്ച് കാഴ്ചകൾ കാണാം. കുറച്ച് ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ കാഴ്ചകളും പിന്നെ ഇവിടുത്തെ ചില കൗതുക കാഴ്ചകളും അല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ അങ്ങോട്ട് നിന്നാലോ? താങ്ക് യു.
അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടത് മതി, മടങ്ങി വന്നിരിക്കുകയാണ് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യഥാർത്ഥ വിശേഷത്തിലേക്ക്. ഓളപ്പരപ്പിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ മനോഹരമായ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ കുക്കറി ഷോയുടെ യാത്ര ആരംഭിക്കുന്നത്. കൂടെ നമ്മുടെ ഷെഫ്, പേര് സതീഷ് അടിപൊളിയാണ്. സതീഷിൻ്റെ കൈവിഭവങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ പറയാനായിട്ട്. പിന്നെ ആൾ ഭയങ്കര ജിമ്മൊക്കെയാണ്, നല്ല പുലിയാണ്, ഭയങ്കര ബോഡി കോൺഷ്യസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിഭവം എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ ഈ കാഴ്ചകൾക്കിടയിൽ ഏറ്റവും മനോഹരമായ ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഓൾ സീസൺ ഹോട്ടലിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷുണ്ട്, അതിൻ്റെ പേരാണ് കൊഞ്ചിക്കിഴി എന്നാണ്. കൊഞ്ചിക്കിഴി എന്ന് പറയുമ്പോൾ നമുക്ക് കിഴിയെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാനുള്ള കിഴി എന്താണ്, നമ്മൾ ആയുർവേദത്തിൽ കിഴി ഇടുക, കറക്റ്റ്. അതുപോലെ നമ്മുടെ ഈ ടൂറിസ്റ്റുകളെ എന്താണ് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഷാണ്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അതാണ് കൊഞ്ചിക്കിഴി. കേട്ടപ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നല്ലേ? എന്നാൽ പിന്നെ ഇനി ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ കൊഞ്ചുകിഴി എന്താണെന്ന് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് കൊഞ്ചുകിഴിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം. എന്തൊക്കെയാണ്? സ്മോൾ ഓണിയൻ, ഗ്രീൻ ചില്ലി, ഡ്രൈ ചില്ലി, ടൊമാറ്റോ, ബ്ലാക്ക് പേപ്പർ, ടെർമറിക്, garlic, salt, coriander powder, red chilli powder, ginger, lime, curry leaves, mustard, oil. പിന്നെ കൊഞ്ച് വേണം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഓക്കെ, ഫയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓയിൽ ഇതെന്ത് ഓയിലാണ്? കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ വെളിച്ചെണ്ണ. ഇതിപ്പോ എത്ര ഗ്രാം കൊഞ്ചുണ്ടാവും? 150 ഗ്രാം കൊഞ്ചിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 5 ടീസ്പൂൺ, 5 അല്ല കൂടുതൽ വരും അല്ലേ? എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. സ്മോൾ ഓണിയൻ ആണ്. യെസ്, നമ്മുടെ ചെറിയ ഉള്ളി കടുക് പൊട്ടി ഇതിലേക്ക് ചേർക്കുകയാണ്. നമുക്കൊരു 2 ഡ്രൈ ചില്ലി കട്ട് ചെയ്ത്, 2 വറ്റൽ മുളകും കൂടെ അതിൽ ചേർക്കുകയാണ്. 2 വറ്റൽ മുളക് ഇട്ട്, കറിവേപ്പിലയും ചേർക്കണം. കടുക് പൊട്ടി വന്നപ്പോഴേക്കും ചെറിയ ഉള്ളി ചേർത്തു, പിന്നെ വറ്റൽ മുളക് ചേർത്തു, കറിവേപ്പില. നമ്മളൊരു കടുക് വറക്കൽ, താളിക്കൽ. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബ്രൗൺ കളർ ആണോ എന്നൊക്കെ നോക്കാൻ തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ ഈ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കാനാണ് ഇന്നത്തെ ഒരു ദിവസം തോന്നുന്നത്. എന്തായി ഇത് സോട്ട് ചെയ്യുകയാണ്. നമുക്ക് ജിഞ്ചർ ചോപ്പ് ചെയ്തേക്കുന്നത് നമുക്കൊരു നന്നായിട്ട് നുറുക്കിയെടുത്ത ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു 2 ടീസ്പൂണ് നമ്മളിട്ട്, പിന്നെ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊരു 1 ടീസ്പൂൺ നമ്മളിട്ട്. ഓക്കെ, ഇഞ്ചിയും ഗാർലിക്കും ചോപ്പ് ചെയ്തത്. ഇതിൻ്റെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് അതിലൊരു 3-4 പീസ് ഇടുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഉച്ച സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. അറിയാലോ, ഈ സമയത്ത് ഉച്ചയ്ക്കൊക്കെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. ഇവിടെ സത്യത്തിൽ തണുത്ത് നല്ല കുളിർന്ന് നിൽക്കുകയാണ് ഞാൻ. എൻ്റെ ഈ മുടി നോക്കിയാൽ അറിയാം എന്തുമാത്രം കാറ്റാണെന്ന്. അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ വരുന്നത്, നല്ല തണുത്ത കാറ്റ്. ഞാൻ പറയണത്, ഞാൻ ടൂറിസ്റ്റുകളോട് പറയാണ്, നിങ്ങൾ ചുമ്മാ ഊട്ടിയിലും കൊടൈക്കനാലും ഒന്നും പോകണ്ട, പിള്ളേരുമായിട്ട് നേരെ ഇങ്ങോട്ട് വരിക. എവിടെ? കൊല്ലം ഓൾ സീസൺ. അവിടെ വന്നിട്ട് ഒരു ഹൗസ് ബോട്ടിൽ കയറി ഇതുവരെ ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര ചെയ്യും, അടിച്ചു പൊളിച്ച് പോവാം. അതെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉള്ളി കരിഞ്ഞു പോകും. എടുത്തിടോ അടുത്ത സാധനങ്ങൾ. ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. ടൊമാറ്റോ ചോപ്പ് ചെയ്തത് എടുത്തിട്ടു. ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് അടുത്ത് സോട്ട് ആവട്ടെ. അതൊന്ന് സോർട്ടാകട്ടെ. ഒരു മണമൊക്കെ അടിക്കുന്നില്ലേ? അടിക്കണുണ്ട്.
നല്ല ഒരു ദേശാടന പക്ഷി ഈ ഇതിൻ്റെ സൈഡിലൂടെ പറന്നുപോയി. ക്രെയിനൊന്നുമല്ല, കൊക്ക് അതൊന്നുമല്ല, നല്ല ഞാൻ ഈ കൈ പിരിച്ച അതേ നീളമുണ്ട് സാധനം ഇങ്ങനെ പറന്നുപോയി. ഇനി നമുക്ക് മസാല ഇടാമേ. ഓക്കെ, മസാല. ഓക്കെ, എന്തൊക്കെയാണ്? ചില്ലി പൗഡർ, മുളക് പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി കേട്ടോ. കാശ്മീരി ചില്ലി. അപ്പോൾ വലിയ എരിവുണ്ടാവില്ല. ഇത് രണ്ടോ മൂന്നോ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ. ഓക്കെ. മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ, അര ടീസ്പൂൺ ഇട്ടിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണ്. ഇത്രയും ചേർത്ത് ഒരു ശകലം വെള്ളം അല്ലേ? ഒരു ശകലം വെള്ളം കൂടെ ചേർക്കുന്നത്. ശകല ഉപ്പ് ചേർത്ത് വെച്ചേക്കാം നമുക്ക്. മസാലയിൽ പിടിക്കാനാണോ? വീണ്ടും ഉപ്പ് ചേർക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് മെയിൻ ഐറ്റം അങ്ങനെ നമ്മളെ ഇന്നത്തെ നായകൻ ഇറങ്ങുകയാണ്. വാഷ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച നല്ല കൊഞ്ച്. സതീഷ്, ഇനി ഇത് എത്ര സമയം കുക്ക് ആവണം? നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് ഈ ഒരു സ്റ്റേജിൽ കുക്ക് ചെയ്യണം അല്ലേ? 10 മിനിറ്റ് അതൊന്ന് കുക്ക് ആവട്ടെ. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുക്കായിട്ടിരിക്കുകയാണ്. ഇനി ഇത് ഈ കൊഞ്ച് കിഴിയെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഒരു നന്നായിട്ട് വാഴയില നമ്മളെ തുമ്പല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതായത് തീയിൽ കാണിച്ചിട്ട് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകും പോലെ. ഒരു ലൈം ജ്യൂസ് ഒരു വെജാണ്. നാരങ്ങേൻ്റെ ഒരു പോർഷൻ. പെപ്പർ ചേർക്കണ്ടോ? പെപ്പർ ചേർക്കണം. ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളക് പൊടി. സ്പൈസി വേണ്ടവർക്ക് സ്പൈസി വേണം കൊടുക്കാം. അപ്പോൾ നമുക്ക് കിഴിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ ഇത് വാഴയിലോട്ട് കിഴി വെക്കുകയാണ്. എന്തായാലും ഉറപ്പായിട്ടും ഈ വാഴയിലോട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ത് ഭക്ഷണത്തിനും ഉണ്ടാവും. അതിൻ്റെ ഒരു മണം, ആ ഇല വാടിയതിൻ്റെ ഒരു. ഇനി അത് കിഴി കെട്ടാൻ പോവുകയാണ്. ആ കിഴി കെട്ടുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. വാഴയില ഒന്ന് തീയിൽ വാട്ടിയെടുത്തതുകൊണ്ട് അത് പൊട്ടിപ്പോകത്തില്ല. നിന്ന് കെട്ടാനും ആ വാഴനാര് കൊണ്ട് തന്നെയാണ് കെട്ടണം. ഇങ്ങനെയൊക്കെ പൊക്കിയെടുത്ത് തരുമ്പോൾ ഞാൻ വിചാരിക്കും അത് ഭയങ്കര തണുത്ത സാധനമാണെന്ന്. പുള്ളി വളരെ സിമ്പിളായിട്ട് എടുത്തു തന്നു. ആ കിഴി അതിനകത്തോട്ട് ഇറക്കി വെച്ചു. ഇനി എത്ര സമയം ഇങ്ങനെ വെക്കണം? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്. അത് കഴിയുമ്പോൾ അതെടുത്ത് എൻജോയ് ചെയ്യാം. അതെ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് ക്ഷമയോടെ നിൽക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടോ? കിഴി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. കട്ടഴിക്കാം അല്ലേ? അങ്ങനെ കൊഞ്ച് കിഴി ആദ്യമായിട്ടല്ലേ, സത്യം പറയണം, ആദ്യമായിട്ടല്ലേ കൊഞ്ച് കിഴി എന്നൊരു വാക്ക് തന്നെ കേൾക്കണേ. ഇതാണ് സംഭവം. ഇത് ഇവിടുത്തെ പ്രത്യേകതയാണ്. അപ്പോൾ ഇനി ഇത് കൊഞ്ച് കിഴി അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ടൈമായി. ഞാൻ കഴിച്ചു നോക്കട്ടെ. തീർച്ചയായിട്ടും. ഇതുപോരാ, ഇങ്ങനെയല്ല കൊഞ്ച് വെക്കേണ്ടത്. ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു. മൂടോട്ടായിട്ട് നിൽക്കുന്ന നോക്കി ഒരു നാണമില്ലാതെ
എന്റെ ചേട്ടാ എനിക്ക് തിന്നാനിത് പോരാന്നാ പറയാ. തീർച്ചയായും ഉണ്ടാക്കി തരാം. അത്രയ്ക്ക് ടേസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. പോരാന്നൊക്കെ പറയുമ്പോ സങ്കടമൊക്കെ വന്നു. ഞാൻ കെട്ടിപ്പിടിച്ചോട്ടെ. ഗംഭീരം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. കൊഞ്ചുകിഴി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം തയ്യാറാക്കിയത് തൊട്ട് അവസാനം വാഴയിലയിൽ പൊതിയുന്നത് വരെ ഒരുപാട് ഘട്ടമുണ്ട്. അത് മറന്നു പോകാതിരിക്കാനായിട്ട് ഒരു റീക്യാപ്പ്. വെൽക്കം ബാക്ക് ടു സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ തിരിച്ചു വന്നപ്പോഴേക്കും ആള് മാറി. ഇത് പുതിയ ഷെഫാണ് എത്തിയിരിക്കുന്നത്. പേര് വിഷ്ണു. വിഷ്ണു ഭയങ്കര എന്താണ് നന്നായിട്ട് നേരത്തെ വന്ന പോലെ ഒരു എന്താണ് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരു ഷെഫൊന്നുമല്ല. ആഹാരമൊക്കെ കഴിച്ച് ആസ്വദിച്ച് ആ രൂപം കണ്ടാലേ അറിയാം എന്നെ പോലെ. അല്ലേ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുമല്ലേ? ഓക്കെ. അപ്പോൾ വിഷ്ണു, നമുക്ക് എന്താണ് അടുത്തതായിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രാബ് റോസ്റ്റ് ആണ്, അതായത് ഞണ്ട് റോസ്റ്റ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരെണ്ണമാണോ അത്? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് എന്തൊക്കെയാണ് വേണ്ടത്? കടുക്, തക്കാളി അത് ഡൈസായിട്ട് ചെയ്ത് വേണം, ചോപ്പ് ചെയ്ത് വേണം. പിന്നെ കുരുമുളക്, ബ്ലാക്ക് പെപ്പർ, പിന്നെ കറി ലീഫ്, ജിഞ്ചർ, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഗാർലിക്, മഞ്ഞൾപ്പൊടി, നമ്മുടെ താളിപ്പിനായിട്ടുള്ള മുളക്, നമ്മുടെ ഗ്രീൻ ചില്ലി, പച്ചമുളക്, സവാള, നമ്മുടെ നാച്ചുറൽ ഓയിൽ. പിന്നെ ഇത് കായൽ ഞണ്ടാണോ കടൽ ഞണ്ടാണോ? ഇത് കായൽ ഞണ്ടാണ്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കായൽ ഞണ്ടായതുകൊണ്ട് കായൽ ഞണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. ഇത് മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ രുചി. ഓക്കെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ. ഇതിപ്പോ എത്ര ഞണ്ടുണ്ടാവും? അത് ഒരു ഞണ്ട് അല്ലേ? ഒന്നല്ലേ, രണ്ട് ഞണ്ടുണ്ട്. നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഞണ്ടിനെ. എണ്ണ ചൂടായി, നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. നമ്മൾ താഴെയുള്ള വറ്റൽമുളകിലിടാം. അത് കറിവേപ്പില, അപ്പോൾ വറ്റൽമുളക്, കറിവേപ്പിലയും കടുകും ഒന്ന് നന്നായിട്ട് പൊട്ടി വരണുണ്ട്. നമുക്കിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇടാം. ചോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗാർലിക് ഒരു ടീസ്പൂൺ, ഇഞ്ചി നമ്മളിപ്പോൾ രണ്ട് ഞണ്ടിന് വേണ്ടിയിട്ട് ഇത്രയും മതിയാവും. ഓക്കെ. പച്ചമുളക് ഇടാം. നമുക്കിലേക്ക് സവാള ഇടാം. അതിലേക്ക് നമ്മൾ സവാളയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി തുടങ്ങി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് സോട്ടാകാൻ വേണ്ടി. അതാണ് അതിന്റെ സയൻസ് അല്ലേ? ഉള്ളി സോട്ടാക്കി നമുക്ക് ഇതിലേക്ക് മസാല വേണം. മുളക് പൊടി, നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്തായി? അടുത്തിടാറായോ? അതെ, നമുക്ക് കുരുമുളക് ഇടാറായി. ഓക്കെ. ആ കുരുമുളക് കൂടെ ഇട്ടപ്പോഴേക്കും അതിൻ്റെ മണം അങ്ങ് മാറി കേട്ടോ. അതെ, ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി. ഓക്കെ, ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി. ഞണ്ടിടാറാണ്. അങ്ങനെ നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മുടെ ഇവിടുത്തെ അഷ്ടമുടിക്കായലിലെ ഞണ്ടിനെ ഇറക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 ലിറ്റർ വെള്ളം അതിലൊഴിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 1/2 ലിറ്റർ ബോട്ടിലാണ് ഇരിപ്പുള്ളത്. അതിൻ്റെ പകുതി വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിളച്ചു തുടങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രാബ് റോസ്റ്റ് അത് തിളച്ച് തുടങ്ങാൻ പോവുകയാണ്. ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് മസാല, തക്കാളി. അപ്പോൾ അടുത്ത് ഏകദേശം ഇതെല്ലാം പാകമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഡയമണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ, ഏകദേശം
റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. റെഡിയായി കഴിഞ്ഞു. ആ വെള്ളം ഒഴിച്ചതെല്ലാം മാറിയിട്ട് കുറുകി നല്ല എന്താണ് ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് റോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അതിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇടുകയാണ്. അതിന് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പം നമുക്കൊരു പാത്രത്തിലോട്ട് പകരാം. കൊല്ലംകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള കൊല്ലം ഞണ്ട്. നമ്മുടെ ഞണ്ട് റോസ്റ്റ് തയ്യാർ. ഇത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഇതൊന്ന് കണ്ടോളൂ. മതി കണ്ടത്. അപ്പോൾ എനിക്കറിയാം നിങ്ങളിനി എത്ര കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ രുചിയൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. അതിനുള്ള ഭാഗ്യമൊന്നും നിങ്ങൾക്കില്ല. ആ ഭാഗ്യം മുഴുവൻ എനിക്കാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ഞണ്ടിൻ്റെ ഒരു കാല് ഞാൻ ഇങ്ങെടുത്തു. കേട്ടോ, ഇത് ഒരു മീഡിയം സ്പൈസ്, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, അസല് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ കണ്ടു. എന്നാലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണണ്ടേ? അതിലേക്കായിട്ട് ഒരു റീക്യാപ്പ്. അപ്പോൾ കണ്ടു കഴിഞ്ഞല്ലോ എങ്ങനെയാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അതും പഠിച്ചു. അപ്പോൾ ഇന്ന് ഓൾ സീസണിലെ ഈ രുചികരമായ വിഭവങ്ങൾക്കിടയിൽ നിന്ന് ഇന്നത്തെ എപ്പിസോഡ്, സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു വിഷ്ണു. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച ഇതുപോലെ മനോഹരമായ ഒരു ഷെഫും അദ്ദേഹത്തിൻ്റെ മനോഹരമായ മാസ്മരിക കഴിവുകളുമായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.